ഒരറിവും ചെറുതല്ല കേട്ടോ, ഇതൊരു പുതിയ അറിവാണ് എനിക്ക് കേട്ടോ. ഒരു തവണ നാട്ടിൽ പോയപ്പോഴേ കാക്കാനോട് ചോദിച്ചു, അല്ല കാക്ക നിങ്ങളെ പഴംപൊരി എന്താ ഇങ്ങനെ തടിച്ചു ഗുണ്ടപ്പക്കറുമാരിക്ക് നിൽക്കണം, എൻ്റെ പഴംപൊരി വല്ലേ ചാകാൻ ജീവല്ലാത്തോലെ മാരിക്കാൻ നിൽക്കലെന്ന് പറഞ്ഞു. അതിൽ ഇഞ്ഞോട് പറഞ്ഞു, പൊന്നാര മള അതിൽ ദോശൻ്റെ മാവണ് കുറച്ച് ഒഴിച്ചിങ്ങാണ്ട് ഉണ്ടാക്കി വെക്കൊണ്ടു, അപ്പോൾ ശരിയാവും. അപ്പോൾ ബാക്കി വന്ന ദോശമാവ് കൊണ്ടാട്ടോ ഒന്ന് പരിപാടി. ബാക്കി വന്ന ദോശൻ്റെ മാവിലേക്ക് ആവശ്യത്തിലുള്ള മൈദ എടുക്കുക. പഴം എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഇതെടുക്കട്ടോ. ഇനി മൈദ കൂടി പോവാൻ നിൽക്കട്ടെ. പിന്നെ എന്താ, ഉപ്പും പഞ്ചസാരയും വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ടുങ്ങാണ്ട് ഒരു മിതമായ ലെവൽക്കാണ് കുഴച്ചെടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റിന് മാറ്റി വെക്കട്ടോ. ഉപ്പ് കൂടിപ്പോയത് ഒരു പിഞ്ചിട്ടാൽ മതിയേ. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് സെറ്റാക്കി മാറ്റി വെക്കാം. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഒരറിവും നമ്മളെന്ത് ചെയ്യരുത്, നിസാരമായിട്ട് തള്ളി വിടരുത്. എനിക്കിതൊരു പുതിയ അറിവായിരുന്നു. അതിന് ശേഷം എൻ്റെ പഴംപൊരിക്കൊക്കെ ഒന്ന് ജീവൻ വെക്കൽ തുടങ്ങി കേട്ടോ. ആ പഴംപൊരിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ മുന്നിൽ ഞാൻ വന്ന് കൊണ്ടുവന്ന് കാണിച്ചു തന്നത്. ഇന്നെപ്പോലെ അറിയാത്തവർ കുറേ ആൾക്കാരുണ്ടാവും. ഓലൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. പറയുമ്പോൾ ഈ ദോശൻ്റെ മാവ് ഡെയിലി വീട്ടിൽ ബാക്കി വരുന്ന സംഭവം ആണേനും. എന്നാൽ പിന്നെ രാവിലത്തെ ദോശ മാവ് വൈകുന്നേരത്തിന് പഴംപൊരിയാക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ഈ അറിവ് ഇല്ലാത്തവരൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. മറ്റുള്ളവരൊന്ന് കണ്ടുപഠിക്കട്ടെ. കണ്ടല്ലോ, ഈ ദോശൻ്റെ മാവൊക്കെ ആണ് എന്ത് പൊങ്ങി നല്ലതായിട്ട് നിൽക്കണേ. പിന്നെ ഇപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. തിളച്ച എണ്ണയ്ക്ക് പഴം കോട്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യുക, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ അത് അറിവില്ലാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കിയിട്ട് ഞങ്ങൾ. അപ്പോൾ നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ കാണാം കേട്ടോ.